ഹിസ്റ്ററി സബ്ജക്റ്റിലത്തെ നപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നപ്പോളിയൻ ബോണപ്പാർട്ടെ കൊണ്ടുവന്ന ഒരു കോഡ്, സിവിൽ കോഡാണ് നപ്പോളിയോണിക് കോഡ്. അതിനെ സിവിൽ കോഡ് ഓഫ് 1804 എന്ന് പറയും. അപ്പോൾ ആരായിരുന്നു നപ്പോളിയൻ ബോണപ്പാർട്ടി? നപ്പോളിയൻ ബോണപ്പാർട്ടി വാസ് എ ഇൻക്രെഡിബിളി ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ലീഡറായിരുന്നു. അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു യൂറോപ്യൻ ഹിസ്റ്ററിയിലത്തെ. ഹീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ യൂറോപ്യൻ ഹിസ്റ്ററി. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മിലിറ്ററിയുടെ ജനറലും കൂടിയായിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിയുടെ പവർ വന്നത് എപ്പോഴാണ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പവർ വന്നത്. അദ്ദേഹം ഫ്രാൻസിലത്തെ ഓൾഡ് കിങ് സിസ്റ്റം ഒക്കെ ഇല്ലേ, രാജാവിൻ്റെ സിസ്റ്റം, മൊണാർക്കി സിസ്റ്റം ഒക്കെ എടുത്ത് കളഞ്ഞു. ദ ഓൾഡ് കിങ് വാസ് ഓവർ ത്രോൺ ആൻഡ് ദർ വാസ് ലോട്ട് ഓഫ് ചാവോസ്. അതായത് സിസ്റ്റങ്ങൾ, അവിടെയുള്ള ആ രാജ്യങ്ങളിലുള്ള സിസ്റ്റങ്ങളൊക്കെ വളരെയധികം മെസ്സി ആയിട്ട് കിടക്കുന്ന സമയമായിരുന്നു. ചാവോസ് എന്ന് പറഞ്ഞാൽ മെസ്സി ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് എ ടാലൻറ്റഡ് മിലിറ്ററി ഓഫീസർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൽ മിലിറ്ററിയിൽ കുറേ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ പബ്ലിക്കിന്, ആളുകളുടെ ഇടയിൽ അദ്ദേഹം വളരെ പോപ്പുലറായി. ഇനി നപ്പോളിയോണിക് കോഡിനെ കുറിച്ച് പറയാം. നപ്പോളിയോണിക് കോഡിനെ ഒഫീഷ്യലി ആയിട്ട് പറയുന്നതാണ് സിവിൽ കോഡ് ഓഫ് 1804. അപ്പോൾ ഈ നപ്പോളിയോണിക് കോഡും സിവിൽ കോഡും 1804 എന്നുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്. അത് 1804 എന്നുള്ളത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നെപ്പോളിയൻ്റെ മനസ്സിലൊരു 18 വയസ്സുകാരൻ എന്ന് ചിന്തിച്ച് മനസ്സിലുറപ്പിച്ച് വെക്കുക. അപ്പോൾ 18, അപ്പോൾ 18 കിട്ടിയല്ലോ. ഇനി 04, അതിൽ 18 കഴിഞ്ഞാൽ 0 എന്നുള്ളത് ചിന്തിച്ച് വെക്കുക. 4 എന്നുള്ളത് അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്ന നെപ്പോളിയൻ സിവിൽ കോഡ്. അപ്പോൾ 4 വേർഡ്സ് ആയില്ലേ, ഫ്രാൻസ് നെപ്പോളിയൻ സിവിൽ കോഡ്. അപ്പോൾ 4, അപ്പോൾ 18, 18 വയസ്സുകാരനായ നെപ്പോളിയൻ 18, 0, പിന്നെ ഈ 4 കോഡ്സും ഉണ്ടല്ലോ, അപ്പോൾ 4, അപ്പോൾ 1804 എന്നുള്ളത് മറക്കാണ്ട് പഠിച്ചു വെക്കുക. ഇനി എന്താണ് നെപ്പോളിയോണിക് സിവിൽ കോഡ്? നെപ്പോളിയോണിക് സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് സിവിൽ കോഡ്. അപ്പോൾ നമുക്കിതൊരു കഥ പോലെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഫ്രാൻസ് എന്നുള്ള രാജ്യം ജസ്റ്റ് നിങ്ങളൊരു ഹൗസായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ഹൗസ് വളരെ ഓൾഡുമാണ്, ഭയങ്കര മെസ്സി ആയിട്ടുള്ള റൂൾസും ആണ് അവിടെ. അതായത് ഒരു ഓർഡറും ഇല്ല, അച്ചടക്കവും ഇല്ലാത്ത റൂൾസാണ് ആ വീട്ടിൽ എന്ന് വിചാരിക്കുക. അതായത് ഫ്രാൻസിലാണ് നമ്മൾ വീടായിട്ട് സങ്കല്പിക്കുന്നത്. അവിടെ പല പല റൂംസുകളുണ്ട് ആ വീട്ടിൽ. ആ റൂംസ് എന്ന് ഉദ്ദേശിക്കുന്നത് റീജിയൻസ്, ഓരോ സ്ഥലങ്ങളില്ലേ, അവിടെ പല പല റൂൾസ് ആയിരുന്നു. ഓരോ റൂമിനും ഓരോ റൂൾസ്, അതായത് ഓരോ റീജിയൻസിനും ഓരോ റൂൾസ് ആയിരുന്നു. കിച്ചണിലുള്ളതല്ല ബെഡ്റൂമിലുള്ളത്. അങ്ങനെ എന്താ പറയുക, ഒരു സിസ്റ്റം ഇല്ല, ഒരു ഓർഡർ ഇല്ല. ചില ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകളോ, അവർ റിച്ച് നോബിൾസ്, അവർക്കാണെങ്കിൽ ഈ നിയമങ്ങളും റൂൾസും ഒന്നും ബാധകമല്ല. ദേ ഗോട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ പിന്നെ ഫാർമേഴ്സിനാണെങ്കിലോ, അവർ ഈ ലോഡിനും നോബിൾസിനും ഒക്കെ വർക്ക് ചെയ്യണം. അവിടെ താമസിക്കുന്നത് ഫാർമേഴ്സും നോബിൾസും എന്ന് വിചാരിക്കുക വീട്ടിൽ. അപ്പോൾ അവർ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അവർക്ക് ഒന്നും കിട്ടില്ല, അവർക്കൊരു പ്രിവിലേജും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവിടെ ഈ വീട്ടിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കില്ല. അങ്ങനെ ഒരു വളരെയധികം പൂവറായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായിരുന്നു ആ വീട്ടിൽ. അതേപോലെ തന്നെ അവിടെ കൈകാര്യം ചെയ്യുന്ന മണി വരെ കൺഫ്യൂസിങ് ആയിരുന്നു. ഒന്നിനും ഒരു സിസ്റ്റം ഇല്ല, ഒക്കെ അൺഫെയർ, കൺഫ്യൂസിങ്, സ്ലോ, ഒരു രക്ഷയില്ല. അങ്ങനെയാണ് നെപ്പോളിയൻ ഈ നെപ്പോളിയോണിക് കോഡ് കൊണ്ടുവന്നത്, അഥവാ നെപ്പോളിയൻസ് റൂൾ ബുക്ക്. അതിലെന്താ പറയണത്? ഇവിടെ ഭയങ്കര മെസ്സാണ് ഈ വീട്ടിൽ. ഈ വീടെന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസ്. ഇവിടെ ഭയങ്കര മെസ്സായിരുന്നു ഞാനൊരു പുതിയ ന്യൂ സിമ്പിളായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള റൂൾ ബുക്ക് എല്ലാവർക്കും കൊണ്ടുവരികയാണ്. ഈ ന്യൂ റൂൾ ബുക്കിനെയാണ് പറയുന്നത് നെപ്പോളിയോണിക് കോഡ്. അപ്പോൾ എന്തൊക്കെയാണ് നെപ്പോളിയോണിക് കോഡിലുള്ളത്? എവ്രി വൺ ഈസ് ഈക്വൽ ഹിയർ. ഇവിടെ നോ സ്പെഷ്യൽ റൂൾസ്. ആർക്കും, നോബിൾസിനും ഫാമേഴ്സിനും സ്പെഷ്യൽ റൂൾസും ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. റിച്ചും പുവറും ആരായാലും വേണ്ടില്ല, സെയിം ലോസ് ഫോളോ ചെയ്യണം. അതാണ് നെപ്പോളിയോണിക് റൂളിലുള്ള ഒരു കാര്യം. പിന്നെ ഇത് എന്തുകൊണ്ട് കൊണ്ടുവന്നു? ഇറ്റ് മെയ്ഡ് തിങ്സ് ഫെയർ ഫോർ എവ്രി വൺ അല്ലേ. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള പോലീസും കോടതിയും അവർക്കും വളരെ ഈസിയായി, കാരണം ദേ ഡോണ്ട് ഹാവ് ടു റിമെമ്പർ ഡിഫറെൻറ്റ് റൂൾസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ അതും ഈസിയായി. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡും പ്രോപ്പർട്ടിയും. അപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ ലാൻഡ്, ഇപ്പം നിങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലാൻഡാണ്. നേരെ മറിച്ച് മുമ്പുള്ള സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവരത് മാത്രമല്ല, അത് നോബിൾസിനും കൂടി അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. ദ ലാൻഡ് ബിലോങ്സ് ടു യു.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, ആളുകൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ മണി കിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി വന്നു. ആളുകൾ കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തി തുടങ്ങി. കാരണം മറ്റേ പഴയ സിസ്റ്റം അനുസരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ നിയമമല്ലേ. പിന്നെ അടുത്തത് നെപ്പോളിയോണിക് റൂളിൽ എന്താ പറയുന്നത്, ഫാർമേഴ്സ് ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മേലായിരുന്നു ഇത്രയും ബാധ്യതകളും. ഓൾഡ് സിസ്റ്റം ആയിരുന്നു. അവർ ലാൻഡ് ലോഡായിട്ട് കണക്റ്റ് ആയി എടുക്കണം. അതായത് എന്ത് ചെയ്യണമെങ്കിലും ലാൻഡ് ലോഡായിട്ടുള്ള ഇത് വേണം. അതേപോലെ തന്നെ ഈ നോബിൾസിന് ഫ്രീ ആയിട്ട് ഈ ഫാമേഴ്സ് വർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫാർമേഴ്സിനൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ ഇനി ഫാർമേഴ്സിന് മൂവ് ചെയ്യുക, വേജസ് അതായത് ശമ്പളത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ. മറ്റേത് അവർ ഫ്രീ ആയിട്ട് നോബിൾസിന് വർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി അവർക്ക് ശമ്പളം കിട്ടും, പിന്നെ അവർക്കൊരു സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമിങ് ബെറ്റർ ആവും, പിന്നെ ആളുകൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യുക അങ്ങനെ. പിന്നെ നെക്സ്റ്റ് വന്നത് ബിസിനസ്സാണ്, ഓപ്പൺ ഫോർ ബിസിനസ്. അതായത് പവർ ഓഫ് ഓൾഡ് ഗിൽഡ്സ് അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതായത് ചില ആളുകൾക്കൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും അവിടെ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പുതിയ ഷോപ്പോ ട്രേഡോ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവ് സ്കില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എക്കണോമീനെ ബൂസ്റ്റ് ചെയ്യണത്, എക്കണോമി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ ബിസിനസ്സും ചെയ്യാൻ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തു, ഓപ്പൺ ഫോർ ബിസിനസ്. പിന്നെ അതേപോലെ തന്നെ സെയിം മെഷേഴ്സ് സെയിം മണി. അതായത് പണ്ടൊരു സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. ഒരാൾ പോയിട്ടൊരു ഷുഗർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൗണ്ട് ഉപയോഗിക്കും ഒരു കടയിൽ, അടുത്ത കടയിലാണെങ്കിൽ പോയിട്ട് അവിടെ സ്റ്റോണിൻ്റെ വെയിറ്റിലായിരിക്കും കൊടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായില്ല. നെപ്പോളിയൻ വന്നിട്ട് അവിടെ ഒരു മെട്രിക് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് മീറ്ററിലോ ലിറ്ററിലോ ഗ്രാമിലോ എന്തിലാണോ നിങ്ങൾ മേടിക്കുന്നത് ആ ഒരു യൂണിറ്റിൽ വെച്ചിട്ട് കോമൺ മണി സിസ്റ്റം കൊണ്ടുവന്നു ആ കൺട്രിക്ക്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ എന്തായി, ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡിങ്ങും ഒക്കെ വളരെ ഈസിയായി ക്ലിയറായി എല്ലാവർക്കും, നോ മോർ കൺഫ്യൂഷൻ. അതേപോലെ തന്നെ പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവന്നത് സിവിൽ കോഡിൽ എന്തായിരുന്നു, ലോസ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് മുമ്പ് ലോസ് ഉണ്ടാവുന്നതിന് മുമ്പ് വെരി കൺഫ്യൂസിങ് ആയിരുന്നു, ഒക്കെ ഹിഡൻ ആയിരുന്നു, ആളുകളെ കൺഫ്യൂസിങ് ആക്കണ തരത്തിലായിരുന്നു. പക്ഷേ ഈ പുതിയ കോഡ് വന്നപ്പോൾ പീപ്പിൾ വളരെ ക്ലിയറായി, അവർക്കെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങി വാട്ട് ആർ ദെയർ റൈറ്റ്സ്, വാട്ട് ആർ ദെയർ ഡ്യൂട്ടീസ്. അപ്പോൾ ഹോൾ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും പീപ്പിളിന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ജസ്റ്റിസ്, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായി. ഇതൊക്കെയാണ് നെപ്പോളിയോണിക് കോഡ് ഓഫ് നെപ്പോളിയൻ, അതായത് നെപ്പോളിയോണിക് കോഡിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ. ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഒന്ന് ക്ലീനാക്കി, ആ വീട് മൊത്തം ക്ലീനാക്കി. ഫ്രാൻസിൽ പുതിയ ലോസ് വന്ന്, ഗവൺമെൻറ് വന്ന്, പഴയ ഓൾഡായിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള റൂൾസും ഒക്കെ മാറ്റിക്കളഞ്ഞ് എല്ലാവരും ഈക്വലായി എഫിഷ്യൻ്റായി. സാധാരണക്കാർക്ക് ഓർഡിനറി പീപ്പിളിനൊക്കെ ലൈഫ് വളരെ ഫെയറായി അവിടെ. അതുപോലെ തന്നെ കൺട്രിയുടെ അഡ്മിനിസ്ട്രേഷൻ, ഫ്രാൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വളരെയധികം എഫക്റ്റീവായി, ഓർഗനൈസ്ഡ് എന്ന് ചിട്ടപ്പെടുത്തിയ മാതിരി. അപ്പം നമ്മൾ ഈ റൂമിൻ്റെ കഥ പറഞ്ഞ മാതിരി ഒന്നും ഓർഗനൈസ്ഡ് അല്ല, മെസ്സി ആയിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. ഇപ്പം എല്ലാം ഓർഗനൈസ്ഡായി അടക്കി പെറുക്കി വെച്ച മാതിരി വൃത്തിയുള്ള ഒരു വീട് പോലെയായി ഫ്രാൻസ്, നെപ്പോളിയൻ ഇത് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ നെപ്പോളിയോണിക് കോഡിലത്തെ ഇമ്പോർട്ടൻ്റ് കീവേഡ് സിവിൽ കോഡ് ഓഫ് 1804 അതൊരു കീവേഡാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു കീവേഡാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയാണ് ആകെ അടച്ച് വാർത്ത് സൂപ്പറാക്കി എടുത്തത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്പോളിയൻ എന്ത് ചെയ്തു, ഫ്യൂഡൽ സിസ്റ്റത്തെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു, ഫ്യൂഡൽ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തു, അതായത് പൊളിച്ചു കളഞ്ഞു. എന്താണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പിരമിഡ് ആലോചിക്കുക. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ നിന്ന് ഇങ്ങനെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ വരാം. അപ്പോൾ ടോപ്പിലിരിക്കുന്നത് ആരാ, കിങ്. അതിൻ്റെ താഴെ വരുന്നത് ആരാ, നോബിൾസ്, അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. അതിൻ്റെ അടിയിൽ നൈറ്റ്സ് എന്നുള്ള ആൾക്കാർ, അതായത് അവർ നോബിൾസിന് പണിയെടുത്ത് കൊടുക്കണം. നൈറ്റ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ് പെസൻസ് അഥവാ ഫാമേഴ്സ്. ഈ ഫാമേഴ്സ് നൈറ്റ്സിനും നോബിൾസിനും ഒക്കെ പണിയെടുത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നമ്മൾ എസ്റ്റേറ്റ് പറഞ്ഞ മാതിരി പിരമിഡിൽ 4 സെക്ഷനായിട്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം. ഓരോരുത്തരെ എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇവരില്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഫ്യൂഡൽ സിസ്റ്റം, ഒരു പിരമിഡ് സിസ്റ്റം. ആ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ അങ്ങോട്ട് എടുത്ത് തകർത്ത് കളഞ്ഞു ആര്, നെപ്പോളിയൻ. അതുപോലെ തന്നെ ഈ സിവിൽ കോഡ് വന്നതിന് ശേഷം ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ വളരെയധികം അദ്ദേഹം അവിടെ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫാമേഴ്സ്, ആർട്ടിസാൻസ്, അതായത് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വർക്കേഴ്സ്, ബിസിനസ് അവർക്കൊക്കെ വളരെയധികം പുതിയ കാര്യങ്ങൾ, ഫ്രീഡം എല്ലാം കിട്ടി. ബിസിനസ്സുകാർക്ക് സ്മോൾ സ്കെയിൽ എന്താ പറയുക ബിസിനസ് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാം അടിച്ചു പൊളിച്ച് നല്ല സൂപ്പറാക്കി എടുത്തു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അങ്ങനെ ദ നെപ്പോളിയോണിക് കോഡ് വാസ് എ റെവല്യൂഷണറി സ്റ്റെപ്പ്
ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു ടുവേർഡ്സ് മോഡേണൈസിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റങ്ങളൊക്കെ നല്ല അടിപൊളി മോഡേൺ ആക്കി. എങ്ങനെയാണ് അദ്ദേഹം അടിപൊളി മോഡേൺ ആക്കിയത്? ബൈ അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വാലിറ്റി, ലീഗൽ ക്ലാരിറ്റി ആൻഡ് എക്കണോമിക് ഫ്രീഡം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് സ്വെപ്റ്റ് അവേ സെഞ്ചുറീസ് ഓഫ് ഔട്ട്ഡേറ്റഡ് ഇൻഎഫിഷ്യൻറ്റ് പ്രാക്ടീസസ്. വളരെ സെഞ്ചുറികളായിട്ട് ഫോളോ ചെയ്യുന്ന ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ അയാൾ എന്ത് ചെയ്തു? നിർത്തലാക്കി, അല്ലെങ്കിൽ അത് അപ്പാടെ മായ്ച്ചു കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റഡ് മോർ യൂണിഫോം ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ലീഗൽ സിസ്റ്റം. ഒരു ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അഡ്മിനിസ്ട്രേറ്റീവ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടി. അതായത് ആ രാജ്യത്ത് സാമ്പത്തിക ഇതും കൂടി, എക്കണോമിക് ആക്ടിവിറ്റി